ഈ വർഷത്തെ നമ്മുടെ രണ്ടാമത്തെ വിളവാണ്. എന്ന് വെച്ചാൽ ഒരു ചുവട് നേരത്തെ പറിച്ചു, പിന്നെ ചുമ്മാ ഒരു ഊണ് കൊടുത്തതും പറിച്ചായിരുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം കൂടി നമുക്ക് ഇത്രയൊന്നും കിട്ടിയിരുന്നില്ല. ഇതിപ്പോൾ നല്ലൊരു വിളവായിപ്പോയി കിട്ടിയത്. നമുക്കിനി അതിൻ്റെ ചുവട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ പറിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ചാരി വെച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി ഇടുന്നൊരു വ്ളോഗ് ഇടാം. ധ്വനി ഇവിടെ നിന്നുകൊണ്ട് കാന്താരിമുളകൊക്കെ പറിക്കുക. അവർക്ക് കപ്പയുടെ കൂടെ ഭയങ്കര ഇഷ്ടമല്ലേ കാന്താരി ചട്നി. മുളകൊക്കെ ഇങ്ങനെ പറിക്കുന്നു. വീർക്കുട്ടനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടന്നു വരിക. അതിപ്പോൾ പറിച്ചിട്ട് വെച്ചതാ ധീര, അവിടെ ചാരി വെച്ചേക്കാം. നമുക്ക് 2-3 ഒരു 10-12 ചൂടിടാനുള്ള കമ്പുണ്ട്. അത് തന്നെ നമ്മുടെ ഒരു തെങ്ങ്, ബഡ് തെങ്ങാണെന്നൊക്കെ പറഞ്ഞ് തന്നത്. ഇതാ നോക്കി, 3 ശകരങ്ങളായിട്ടാണ് ഇത് വന്നേ. ആ കപ്പച്ചൂട് ഞാൻ കുറച്ച് പാടുപെട്ടു. അത് കാരണം എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റാനേ. കണ്ടില്ലേ, ഇപ്പോൾ ഫ്രഷായിട്ട് പറിച്ചെടുത്ത ചൂട. അപ്പോൾ നമുക്കിതിടുന്ന ഒരു വീഡിയോ പിന്നെ കാണിക്കാം. വൈകിട്ട് കപ്പയും നല്ല മത്തിക്കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പ വേവിക്കുകയോ പുഴുങ്ങുകയോ ഒക്കെ ചെയ്യാമല്ലോ. ഇതിവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടേക്കുമായിരുന്നു കപ്പ. 3 ചുവടേ നമുക്ക് കിട്ടിയുള്ളൂ. അതിനകത്ത് ഒരെണ്ണം അപ്പുറേ ഇവിടെയായിരുന്നു നിന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തായിരുന്നു. അത് നേരത്തെ നമ്മൾ പറിച്ചു. അത് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾ കഴിഞ്ഞൊരു വീഡിയോ ഒക്കെ കാണാമായിരുന്നു. നമ്മുടെ തണ്ണിമത്തനൊക്കെ ഈ വീർക്കുട്ടൻ നിൽക്കുന്നതിൻ്റെ ഈ ഏരിയയിലൊക്കെ ആയിരുന്നു തണ്ണിമത്തനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ളത് അതിർക്കൂട്ടം പറയാം, അതുകൂടെ പറിക്കാമായിരുന്നു. പക്ഷേ അതൊന്നും നമുക്ക് പറിച്ചു കഴിഞ്ഞാൽ ഇവർ കഴിക്കുകയൊന്നുമില്ല അധികം. അപ്പോൾ ഉള്ളത് നമുക്ക് കുഴിച്ച് വയ്ക്കാം. ഇവയ്ക്ക് തോന്നുമ്പോൾ കഴിക്കുകയൊക്കെ ചെയ്യാമല്ലോ. ഞാനത് അങ്ങോട്ടേക്ക് എടുക്കട്ടെ.